ഹായ് ഗൈസ്, നമ്മുടെ മലയാള സിനിമ ഇന്ന് ഈ ലോകത്തിന് മുന്നിൽ ഇത്രയും തലയെടുപ്പോടുകൂടി നിൽക്കാനുള്ള കാരണം അഭിനേതാക്കൾ മാത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് അവരെ നയിച്ചിട്ടുള്ള ധാരാളം ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. എന്നാൽ ഏതൊരു മനുഷ്യരും തെറ്റുകൾ സംഭവിക്കാമെന്നൊക്കെ പറയുന്ന പോലെ ഈ സംവിധായകരും ഈ ലെജൻഡറി ആയിട്ടുള്ള സംവിധായകരും ചില കൂതറ പടങ്ങൾ അല്ലെങ്കിൽ ചില പാട്ടപ്പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ പറയുന്ന ആളുകളെല്ലാം ലെജൻഡറി ആയിട്ടുള്ള, ലോകത്തിന് മുന്നിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ്. അവരുടെ സിനിമകളെല്ലാം ഞാൻ ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നാലും ഏതൊരു മനുഷ്യനും തെറ്റുപറ്റുന്ന പോലെ അവർ ചെയ്തിട്ടുള്ള ചില പാട്ട സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ഏതെല്ലാമാണെന്നും ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുക, ഒരു കോമഡിയായി അവതരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർക്ക് പണി അറിയില്ല എന്നോ അവരൊക്കെ ഞാൻ പോയി ഇതിനേക്കാൾ നല്ല സിനിമ എടുക്കുമെന്നോ എന്നൊന്നും അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും എന്നെ തെറി വിളിക്കാൻ നിൽക്കരുത്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി സന്തോഷ് ശിവൻ. ഈ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ എത്രത്തോളം നമുക്കൊരു മലയാളിക്ക് പോകാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് ശിവൻ എന്ന് പറയുന്നത്. ക്യാമറയ്ക്ക് പിന്നിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള മാജിക്കുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദ്രജാലം, വാനപ്രസ്ഥം, തമിഴിലാണെങ്കിൽ മണിരത്നം സാറിന്റെ കൂടെ റോജ, അതുപോലെ ദളപതി തുടങ്ങിയ മൂവീസ് ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രഫി കരിയറിൽ എടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത എല്ലാം തന്നെ സിനിമാറ്റോഗ്രഫിയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹം ഒരു 3 സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പലർക്കും ഈ കാര്യം അറിയായിരിക്കാം, പലർക്കും അറിയില്ലായിരിക്കാം. അതിലെ ഒന്നാമത്തെ സിനിമയാണ് 2005 പുറത്തിറങ്ങിയ അനന്തഭദ്രം എന്ന് പറയുന്നത്. അനന്തഭദ്രം അന്നും ഇന്നും എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മനോജ് കെ ജയൻ എന്ന നടന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞതും അനന്തഭദ്രത്തിലൂടെയാണ്. അത്തരത്തിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു അടിപൊളി മാസ്മരിക ചിത്രം തന്നെയാണ് അനന്തഭദ്രം എന്ന് പറയുന്നത്. അടുത്തതായി പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയാണ് 2011 പുറത്തിറങ്ങിയ ഉറുമി എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് പീരിയോഡിക് മൂവി, പ്രത്യേകിച്ച് ആ കാലത്ത് ഇറങ്ങിയിട്ടുള്ള ബെസ്റ്റ് പീരിയോഡിക് മൂവി എന്ന് തന്നെ ഉറുമിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അന്ന് തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ ഒന്നും ഈ സിനിമയ്ക്ക് നേടാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ആ സിനിമയെ ജനങ്ങൾ എത്രത്തോളം നല്ല രീതിയിലാണ് നോക്കി കാണുന്നത്, അതുപോലെ അതിലെ പാട്ടുകൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് ജനങ്ങൾ നോക്കി കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഈ ഉറുമിക്ക് ശേഷം അദ്ദേഹം 2021 മറ്റോ സംവിധാനം ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമയുണ്ട്. ആ സിനിമയാണ് ജാക്ക് ആൻഡ് ജിൽ. ഈ വീഡിയോ കാണുന്ന പലരും ഈ ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ ഇത് സംവിധാനം ചെയ്തത് സന്തോഷ് ശിവനാണെന്നുള്ള കാര്യം പലർക്കും അറിയാൻ വഴിയില്ല. കാരണം ഇത്രയും കൂതറപ്പടക്കം പുള്ളിക്കാരൻ ചെയ്യോ എന്ന് ആദ്യം വിചാരിക്കാം. എന്നാൽ സംശയിക്കേണ്ട, സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രം തന്നെയാണ് ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്നത്. എന്റെ മോനെ, ഞാൻ ഈ സിനിമ 2, 3 അതോ 5 ഇതിലേതോ സംഖ്യയാണ്, ഇതിലേതോ ദിവസം കൊണ്ട് ഞാൻ കണ്ടു തീർത്തൊരു സിനിമയാണ് ഈ ജാക്ക് ആൻഡ് ജില്ല്. കാരണം ഇത് കണ്ടിട്ടും പണ്ടാരം തീരണമില്ല, കണ്ടിരിക്കാനും പറ്റണില്ല. ഞാനാണെങ്കിൽ ഒരു സിനിമ അവസാനം വരെ കാണും, കണ്ടില്ലെങ്കിൽ അല്ലാതെ അതിനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഒരു സിനിമ അവസാനം വരെ കണ്ടാലല്ലേ നമുക്ക് അതിന് നല്ലതോ ചീത്തയോ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഇരുന്ന് ഒരു 4-5 ദിവസം കൊണ്ട് കണ്ടു തീർത്തൊരു പടമാണിത്. ഒരു ഗുണം ഉണ്ടായില്ല. എന്റെ അത്രയും സമയം പോയി എന്നല്ലാതെ എങ്ങനെയാണ് ഈ മഞ്ജു ചേച്ചിയൊക്കെ എങ്ങനെയാണ് ഇതിൽ പോയി തലവെച്ചെന്ന് എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇതുകൊണ്ട് സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പേര് കേട്ടപ്പോൾ നേരെ ചാടിക്കയറി വെറുതാവും. കാളിദാസ് ജയറാമാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വന്നത്. അതുപോലെ സൗബിനാണ് ഇതിലെ മറ്റൊരു വെറുപ്പിക്കൽ കഥാപാത്രമായിട്ട് വന്നത്. സൗബിൻ ബ്രോയാണ് ഇതിലെ പ്രധാന വെറുപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇതിൽ വന്നവരും പോയതൊക്കെ വെറുപ്പിക്കലാണ്, അത് പറയാം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണില്ല, കാരണം കണ്ടവരൊക്കെ ഉണ്ടാവുമല്ലോ ഇതില്. കമന്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബാക്കി പറഞ്ഞാൽ മതി. അടുത്തതായി ജീത്തു ജോസഫ്. നമ്മുടെ മലയാളത്തിലെ ലെജൻഡറി സംവിധായകരുടെ ലിസ്റ്റില് തീർച്ചയായിട്ടും ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ജീത്തു ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ത്രില്ലർ സിനിമകളുടെ രാജകുമാരനോ അല്ലെങ്കിൽ ഒരു കോമഡി ഫാമിലി മൂവികളുടെ രാജകുമാരനോ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. കാരണം ത്രില്ലർ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ദൃശ്യം, മെമ്മറീസ്, 12th മാൻ, അങ്ങനെ ഒരു സൈഡില്. അത് കഴിഞ്ഞാൽ കോമഡി സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മി ആൻഡ് മീ, മൈ ബോസ്, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന മറ്റു പല സിനിമകൾ അപ്പുറത്ത്. ആ രീതിയിൽ 2 മേഖലകളിലും ഒരേപോലെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീത്തു ജോസഫ് എന്ന് പറയുന്നത്. അതിലെ ലൈഫ് ഓഫ് ജോസൂട്ടി തിയേറ്ററിലെ ഒരു പരാജയമായിരുന്നെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവി കൂടിയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്നത്. അത്തരത്തിൽ അദ്ദേഹം ഈ സിനിമകളൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് 2019 ചെറുതായിട്ടൊരു ബോംബ് ഇട്ടിട്ട് പോയി. ആ സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി എന്ന് പറയുന്നത്. ഈ സിനിമ പലരും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇതിൽ ജീത്തു ജോസഫ് ആണ് ഇതിലെ സംവിധാനം എന്ന് കേൾക്കുമ്പോഴായിരിക്കും പലരും ഞെട്ടാൻ പോകുന്നത്. ഒരു കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ ഇതിലും കാളിദാസ് ജയറാം തന്നെയാണ് പ്രധാന കഥാപാത്രമായിട്ട് വന്നത്. അപർണ ബാലമുരളിയാണ് ഇതിന്റെ നായികയായിട്ട് വന്നത്. എന്തോ ഇതിന്റെ കഥ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പണ്ടെപ്പോഴോ കണ്ടതാണ്. അതായത് എന്തോ ജയിലിലേക്ക് ചെയ്യാത്ത കുറ്റത്തിനോ മറ്റോ ജയിലിലേക്ക് പോകുന്ന കുറച്ച് ചെറുപ്പക്കാര് അവര് പുറത്തിറങ്ങി കഴിഞ്ഞു വെച്ചാൽ
സമൂഹത്തിന്റെ സമ്മർദ്ദം കാരണം ഗുണ്ടകളായി തീരുന്നു. ഒരു കോമഡി സിനിമയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു കണ്ടു നിന്നവർക്കൊക്കെ ഒരു ട്രാജഡി സിനിമയിൽ മാറി. അതായത് ഇതിലെ ചളികൾ കാരണം ഒരു ട്രാജഡി സിനിമ. ചളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല എ ക്ലാസ് ചളികൾ. ഒരു എന്താ പറയാ, ഒരു പാട്ട നിർഗുണ പടം. അത് തന്നെ ഇതൊക്കെ തിയേറ്ററിൽ കണ്ടവര് ജീത്തു ജോസഫിന്റെ പേരും കേട്ടിട്ടായിരിക്കും തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ആളുകളൊക്കെ. അത്തരത്തിലുള്ള ആളുകളൊക്കെ പറ്റുമെങ്കിൽ ജീത്തു ജോസഫിനെ ആയിട്ട് തെറിയൊക്കെ വിളിച്ചിട്ടേ പോയിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു ലെവലായിരുന്നു സിനിമയുടെ അവസ്ഥ. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പൂർണ്ണശക്തിയോടുകൂടി ദൃശ്യം 2 അതുപോലെ 12th മാൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ദൃശ്യം 3 ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയൊക്കെ പറയുന്നത് കരിയറിൽ ഒരു കണ്ണ് തട്ടാതിരിക്കാൻ ഒരു സാധനം എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം ഒരുപക്ഷെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി. അടുത്തതായി വൈശാഖ്. അതായത് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാർസിനൊക്കെ അവർക്ക് ആ സ്റ്റാർഡം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വൈശാഖിന്റെ സിനിമകൾ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇനി നമ്മൾ എടുത്തു നോക്കാൻ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇനി അടുത്തിറങ്ങാൻ പോകുന്ന ഖലീഫ എന്ന് പറയുന്നത്. ആ ഖലീഫയ്ക്ക് അത്രയും വെയിറ്റിംഗ്, രാജുവേട്ടന്റെ സ്കിൽസ് ഒക്കെ വരുന്നതിന് മുൻപേ ഖലീഫയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് ഇതൊരു വൈശാഖ് പടം എന്ന് മാത്രമായിരുന്നു. പുലിമുരുകൻ, പോക്കിരി രാജ, മധുരരാജ, മല്ലു സിംഗ്, സീനിയേഴ്സ്, അത്തരത്തിലൊരു മാസീവ് നമ്പേഴ്സ് ഓഫ് മൂവീസ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതിനിടയിൽ പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു കസിൻസ് എന്ന് പറയുന്നത്. ഈ പേര് പറയുമ്പോൾ പലരും എന്നെ തെരുവിളിക്കാൻ വരും. കാരണം പലരുടെയും ഇഷ്ടപ്പെട്ട മൂവീസിൽ ഒരു മൂവി കൂടിയാണ് കസിൻസ് എന്ന് പറയുന്നത്. പക്ഷെ പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കസിൻസ് ഒരു ചളി പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, ഒരു വല്ലാത്തൊരു അവസ്ഥ. അതായത് വൈശാഖാണോ ഈ സിനിമ സംവിധാനം ചെയ്ത് എന്ന് വിചാരിച്ചു പോയൊരു സിനിമയാണ് കസിൻസ് എന്ന് പറയുന്നത്. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, അങ്ങനെ ഒരു കൂട്ടം മെയിൻ സ്ട്രീം നടന്മാരുടെ ചളി അതായിരുന്നു ഈ സിനിമ എന്നെ സംബന്ധിച്ച്. എന്നാലും എങ്ങനെ ഇതിനൊക്കെ സാധിച്ചു? ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മധുരരാജ അതുപോലെ പുലിമുരുകൻ തുടങ്ങിയ വമ്പൻ സിനിമകളായിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും പറ്റിയ ഒരു കണ്ണീറായിരിക്കാം ഈ കസിൻസ് എന്ന് പറയുന്ന സിനിമ. എന്തായാലും നമ്മൾ ഇനി കാത്തിരിക്കുന്നത് ഖലീഫയാണ്. എന്തായാലും ഖലീഫയും വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി റാഫി മെക്കാർട്ടിൻ. ഈ കോമഡി രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ നടന്മാരെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ കോമഡിയുടെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയുന്ന പേരാണ് റാഫി മെക്കാർട്ടിൻ എന്ന് പറയുന്നത്. ഈ രണ്ടുപേരും പണ്ട് ഒരു കാലത്ത് റാഫിയും മെക്കാർട്ടിനും ഒരാളാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത് രണ്ടും രണ്ടുപേരാണെന്നുള്ളത്. പുതുക്കോട്ടയിലെ പുതുമുണവാളൻ, അതുപോലെ പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട എന്നിങ്ങനെ അവർ ചെയ്തു വെച്ച അവരുടെ ആ സിനിമകളുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചിരി തുടങ്ങും. ആ രീതിയിലാണ് അവർ ആ കോമഡി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാണിച്ചു തന്നിട്ടുള്ള ആളുകൾ കൂടിയാണ് റാഫി മെക്കാർട്ടിൻ എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ കൂട്ടുകെട്ടിൽ മമ്മൂക്കയോടൊപ്പം ചേർന്ന് 2009 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറയുന്നത്. എല്ലാം നമ്മുടെ ഇക്കയ്ക്കാണല്ലോ വന്നു ചേരണത്. ഇക്കയ്ക്ക് പണ്ട് മുതലേ ഉള്ള പ്രശ്നമാണിത്. എത്ര നല്ല ഡയറക്ടേഴ്സോ മറ്റോ വന്നു വെച്ചാലും എല്ലാം എന്റെ നെഞ്ചത്തോട് വാട എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് ഇക്കയുടെ അവസ്ഥ. അന്നും ഇത്രയും നല്ല ഈ കൂട്ടുകെട്ട്, ഈ ഡയറക്ഷൻ ടീം മമ്മൂക്കയെ കളിയാക്കുന്ന രീതിയിൽ എടുത്ത പോലെ എനിക്ക് തോന്നിയത്. ആ രീതിയിൽ എടുത്തൊരു പടമായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ. അതില് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ പല സീനുകൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. എന്ത് പടാലേ, അതൊക്കെ എങ്ങനെ കണ്ടിരുന്നു എന്നാവോ. ഒരു രീതിയിൽ ഒരു നിർഗുണ പടം എന്നൊക്കെ പറയില്ലേ, അത്തരത്തില് കറക്റ്റ് ഒരു കോമാളി വേഷം, മമ്മൂക്ക ഒരു കോമാളി വേഷം കെട്ടിയ ഒരു സിനിമ പോലെ. അതിൽ പാട്ട് സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമും ആ കൂളിംഗ് ഗ്ലാസ് എല്ലാം കൂടിയും കണ്ടാൽ തന്നെ ഒരു ചവർ പാട്ട കൾട്ട് പടം എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അത് മാറുന്നുള്ള കാര്യം ഉറപ്പുള്ളതാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ് ചൈന ടൗൺ എന്ന സിനിമ അവർ ഇറക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റാഫി മെക്കാർട്ടിൻ ടീം പിരിയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു മെക്കാർട്ടിൻ സാർ പിന്നീട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. എന്നാൽ റാഫി സാർ പിന്നെ 2 കൺട്രീസ് അത്തരത്തിൽ ധാരാളം സിനിമകൾ എടുത്ത് പോയി. മെക്കാർട്ടിൻ സാർ പിന്നീട് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഇത് തെറ്റാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി ജോഷി. മലയാള സിനിമയിൽ ജോഷി സാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യം പുള്ളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓറയാണ്. അതായത് ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാസ് മൂവികൾ കൊടുത്തിട്ടുള്ള, വേണ്ട സമയത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ് ജോഷി എന്ന് പറയുന്നത്. നരൻ ആയിക്കോട്ടെ, ന്യൂഡൽഹി ആയിക്കോട്ടെ, റൺവേ ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്തിട്ടുള്ള മെയിൻ സിനിമകൾക്കൊക്കെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം നമ്മുടെ ജയറാമേട്ടന് കൊടുക്കാൻ നിന്നൊരു സാധനമായിരുന്നു ഈ 2014 സംതിങ് കാലഘട്ടത്തിലാണ് ഇറങ്ങിയത് സലാം കാശ്മീർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഈ പേര് കേട്ടതും പാപ്പ എന്നുള്ള ആ സോങ്ങും മറ്റേ നമ്മുടെ ജയറാമേട്ടൻ്റെ ആ നിൽപ്പൊക്കെ ആയിരിക്കും എല്ലാവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ആകെ ഈ സിനിമയിൽ ജയറാമേട്ടന് കിട്ടിയിട്ടുള്ള ഒരു ട്രോളും നമുക്ക് കിട്ടിയിട്ടുള്ള ചിരിക്കാനും പറ്റിയിട്ടുള്ള ഒരു സാധനം ഈ ഒരു സീന് മാത്രമാണ്. അല്ലാതെ ഒരു നിർഗുണ പടം, അതും പുള്ളി സീരിയസ് ആയിട്ടൊരു പട്ടാളപ്പടം എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതും നായർ സാബ്, അതുപോലെ സൈന്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പട്ടാള സിനിമകളുടെ എക്സ്ട്രീമുകളിൽ ഒന്നായിട്ടുള്ള സിനിമകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ആളാണിത്. അവരാണ് മറ്റേ ജയറാമേട്ടൻ 2-3 ക്ലിക്കിൽ ഹാക്ക് ചെയ്യുന്നതും
എന്തോ അതില് സുരേഷ് ഗോപി സാറും ഇടയിൽ കയറി വരുന്നുണ്ട്. രണ്ടുപേർക്കും എന്തായാലും ഒരു ട്രോൾ ചാകര തന്നെയായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജയറാമേട്ടന്. പറഞ്ഞിട്ട് കാര്യമില്ല, ജയറാമേട്ടന് യോഗമല്ല, അത്ര കൂട്ടിയാൽ മതി. ഈ സലാം കാശ്മീർ മാത്രമല്ല, ആ സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ള സിനിമകളാണ് ഈ ലോക്പാൽ എന്ന് പറയുന്നതും ലൈലാവോ ലൈല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ ഒന്നിനൊന്ന് മോശം സിനിമകൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ ജോഷി സാറിന് വന്നിട്ടുള്ള സിനിമകളായിരുന്നു. ഈ 2014, 15, 13 ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ജോഷി സാറിനെ സംബന്ധിച്ച് വളരെ ഡൗൺഫാൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷങ്ങളായിരുന്നു അതൊക്കെ. എന്നാൽ ഇതൊക്കെ തേച്ചു മാച്ചുകൊണ്ടാണ് 2019 പൊറിഞ്ചു മറിയൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ഹിറ്റുമായിട്ട് അദ്ദേഹം വരുന്നത്. പൊറിഞ്ചു മറിയൻ ജോസ് ഇന്നും 12 ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മൂവീസിൽ ഒന്നാണ്. അടുത്തതായി ഫാസിൽ. മലയാളത്തിലേക്ക് പല സൂപ്പർ താരങ്ങളെയും സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഫാസിൽ സാർ എന്ന് പറയുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അനിയത്തിപ്രാവ്, മണിച്ചിത താഴെ തുടങ്ങിയ സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്നിട്ടുള്ള സിനിമകൾ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിനും പറ്റിയിട്ടുണ്ട് അബദ്ധം എന്ന് പറയുന്നത്. അതായിരുന്നു 2011 പുറത്തിറങ്ങിയ ലിവിങ് ടുഗദർ. പലർക്കും ഈ സിനിമയുടെ പേര് പോലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഇനിയിപ്പോ ഇൻ കേസ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് ഫാസിൽ സാർ ചെയ്ത പടമാണെന്നും അറിയണ്ടാവില്ല. യൂട്യൂബിലുണ്ട്, വേണമെങ്കിൽ പോയി കണ്ടു നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ പഴയ സിനിമകളൊക്കെ കുത്തിപ്പൊക്കി റോസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഈ സിനിമ യൂട്യൂബിലുണ്ട്, പോയി കണ്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്, സീൻ ബൈ സീൻ ഉണ്ട്, പോയി കണ്ടോളൂ. ബാക്കിയുള്ളവരൊന്നും കാണണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. അതായത് സമയം അത്രയ്ക്കൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇതിലെ ചില സീനുകൾ കിട്ടും, അതൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ടോ. അത്തരം സീന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതോ ഒരു, അല്ലെങ്കിൽ പണിയൊന്നും അറിയാത്ത ഏതൊരു ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് നടക്കണ ഏതൊക്കെ ചെക്കന്മാര് എടുത്തു വെച്ചിട്ടുള്ള എന്തോ ഒരു അപരാധമാണെന്നാണ് കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അത് ഫാസിൽ സാർ എടുത്തു വെച്ചിട്ടുള്ള ഒരു സാധനമാണ്, സീരിയസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു പടമാണ്. അതിൽ കുറെ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുതുമുഖങ്ങളായിട്ട്, അവരാണ് ഏറ്റവും വലിയ വെറുപ്പിക്കല്. അടുത്തതായി പ്രിയദർശൻ സാറ് മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അല്ലെങ്കിൽ ലാലേട്ടന് മാത്രം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ധാരാളം സിനിമകൾ തിയേറ്ററിൽ പരാജയമായി പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകൾക്ക്, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളായിരിക്കും പ്രിയദർശൻ സാറിന്റെ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുറത്തിറങ്ങിയ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും നാഷണൽ അവാർഡ് വരെ തൂക്കിയ ഒരു സാധനം. എല്ലാവർക്കും മനസ്സിലായല്ലോ, മരക്കാർ അറബിക്കടലിലെ സിംഹം. എങ്ങനെ ഇതിന് നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് വാങ്ങി എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അപരാധമായിരുന്നു ആ പടം. പ്ലോട്ടൊക്കെ അടിപൊളി പ്ലോട്ടായിരുന്നു സിനിമയുടെ, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഷുവർ ഷോട്ട് ഹിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് മാറേണ്ട ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയായിരുന്നു മരക്കാറ്. എന്നാൽ അതിന് കാസ്റ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള ഡയലോഗ്സ് ആയിക്കോട്ടെ, സീൻ ബൈ സീൻ ഓരോ ഡയലോഗിൽ എന്തെങ്കിലുമൊക്കെ ട്രോൾ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഇത്രയും വലിയൊരു പടം, ഇത്രയും വലിയ ക്യാൻവാസിൽ ഇറങ്ങിയിട്ടുള്ള പടമൊക്കെ ഒരുക്കിയത്. അത് ആലോചിക്കുമ്പോൾ ഇന്നൊരു സങ്കടം തന്നെയുണ്ടോ. കാരണം +2 ഞാനൊന്ന് പഠിച്ചിരുന്നത്, +1 +2 ആ സമയത്താണ്. എന്തായാലും ക്ലാസ് കട്ട് ചെയ്ത് മിസ്സിനോട് പനിയാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്, ഫസ്റ്റ് ഷോ. പക്ഷെ അതൊരു കഴപ്പ് മാറി കിട്ടി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു പിന്നീട് ഉണ്ടായത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തതായി ഷാജി കൈലാസ്. അതായത് ഒരു മാസ സിനിമകൾ, ഒരു ആക്ഷൻ സിനിമകൾ എന്നൊക്കെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഷാജി കൈലാസ് ചിത്രങ്ങളാവും ആദ്യം ഓർമ്മ വരിക. അദ്ദേഹം ചെയ്തിട്ടുള്ള എത്രയോ, പ്രത്യേകിച്ച് മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയവർക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്രയും ഹൈ ക്ലാസ് ലെവൽ സാധനങ്ങളാണ്. എന്നാൽ അദ്ദേഹം ജയറാമേട്ടന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള 2 സാധനങ്ങളുണ്ട്. അതാണ് മദിരാശി, അതുപോലെ ജിഞ്ചർ. ഇത് രണ്ടും കോമഡി പടങ്ങളാണ് കേട്ടോ. കാരണം അദ്ദേഹം പണ്ട് തുടങ്ങിയത് തന്നെ ഒരു കോമഡി പടത്തിലാണെന്ന് തോന്നുന്നു. ആ സിനിമയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കാരണം എന്റെ മനസ്സിലുള്ള സിനിമ അത് 1ാമത്തെ സിനിമയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അദ്ദേഹം കോമഡി ചെയ്യാത്ത ഒരാളൊന്നല്ല. പക്ഷെ ജയറാമേട്ടന് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, എറിഞ്ഞു വീഴ്ത്തിയൊരു സാധനം പോലെ ആയിപ്പോയി ഈ മദിരാശി ജിഞ്ചറും. അതും താല്പര്യമുള്ളവർ കണ്ടോക്കെ, യൂട്യൂബിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പോയിരുന്ന് കണ്ടോ. ഒരു നിർഗുണ പടം. അതായത് ഷാജി കൈലാസ് സാറാണ് സംവിധാനം ചെയ്തതെന്നൊന്നും തോന്നുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം പൃഥ്വിരാജിനെയും കൊണ്ട് കടുവ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായിട്ട് വരികയൊക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് 2-3 സിനിമകളൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. എന്നാലും നല്ലൊരു സിനിമയായിട്ട് ഇനി അദ്ദേഹം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മലയാളത്തിലെ ചില ലെജൻഡറി സംവിധായകർ ചെയ്തിട്ടുള്ള ചില പാട്ട സിനിമകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ സിനിമകളെ കുറിച്ച് അറിയുമെങ്കിൽ, ഇത്തരത്തിലുള്ള സിനിമകളെ കുറിച്ച് അറിയുമെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്, അതുപോലെ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ആരും ഇതിൽ മോശക്കാരാണെന്നോ നല്ലവരാണെന്നോ ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതുതായി ഇറങ്ങുന്ന സിനിമകളുടെ ഒപ്പീനിയൻ വീഡിയോസ് ഞാൻ രേഖപ്പെടുത്താറുണ്ട്, അപ്പൊ അതിനുവേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള മറ്റു വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണണ്ടേ, വ്യൂസ് ഒക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.